ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ സെഷനിലോട്ട് കിടക്കുകയാണ്. ഇതിനു മുന്നേ നമ്മൾ 4 സെഷൻസ് ഓൾറെഡി പറഞ്ഞു നിർത്തിയായിരുന്നു. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടതെന്നും എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടാനുള്ള അനുമതി ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ലഭിച്ചതെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ മുൻപന്തിയിൽ നിന്ന ആളുകൾ ആരൊക്കെയാണെന്നും ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണെന്നും ഫാദർ ഓഫ് ദി പ്രിയാമ്പിൾ ആരാണെന്നും ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാൽ എന്താണെന്നും പ്രിയാമ്പിൾ എന്താണെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ 395 ആർട്ടിക്കിൾ എത്ര പാർട്ടുകളിലായിട്ടാണ് മെൻഷൻ ചെയ്യുന്നത് എന്ന കാര്യവും കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നോക്കി. ഏകദേശം 22ഓളം പാർട്ടുകളാണ് ഒറിജിനലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഉണ്ടായിരുന്നത്. നിലവിൽ 3 പാർട്ടും കൂടി ആഡ് ഓൺ ചെയ്ത് നിലവിൽ ഇപ്പോൾ 25ഓളം പാർട്ടുകൾ ഉണ്ട്. പാർട്ട് 1 യൂണിയനൈസ്ഡ് ടെറിട്ടറി, നമ്മുടെ രാജ്യത്തിന്റെ ഘടനയെ പറ്റി പറയുന്നു. പാർട്ട് 2 പൗരത്വത്തെ പറ്റി പറയുന്നു. പാർട്ട് 3 മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നു. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി പറയുന്നു. പാർട്ട് 5 എക്സിക്യൂട്ടീവ് സെൻട്രൽ ഗവൺമെന്റിനെ പറ്റി പറയുന്നു. സുപ്രീം കോടതി, ജുഡീഷ്യറിയെ പറ്റി പറയുന്നു. എന്നിങ്ങനെ നമ്മൾ പാർട്ട് 22 പാർട്ടിലും പ്രധാനപ്പെട്ട പാർട്ടുകളെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഭരണഘടന, ഈ ഒരു ഭാഗമില്ലാതെ ഭരണഘടന ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഭരണഘടനയുടെ ഇന്റഗ്രൽ പാർട്ടായി കണക്കാക്കപ്പെടുന്ന പാർട്ട് 3 അഥവാ ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൂന്നാമത്തെ പാർട്ടിൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസിൽ അനുച്ഛേദങ്ങളിലായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികമായിട്ടുള്ള അവകാശം. അതെ, ഈ റൈറ്റുകളെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് വിളിക്കാൻ കാരണം അത് ഫണ്ടമെന്റൽ ആയതുകൊണ്ട് തന്നെയാണ്. ഈ അവകാശങ്ങൾ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാൽ പോരാ. പ്രോപ്പറായിട്ട് കിട്ടേണ്ട മാനറിൽ എല്ലാ ആളുകൾക്കും കൃത്യമായി ലഭിക്കേണ്ട അവകാശമാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ പാർട്ടി പറയപ്പെടാൻ പോകുന്ന റൈറ്റുകൾ. ഇൻ കേസ് ഏതൊരുവനെങ്കിലും ഈ ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിക്കിൾ 32 എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഹോണറബിൾ സുപ്രീം കോടതിയിൽ റിറ്റ് ഫയൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 222 ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിലും റിറ്റ് ഫയൽ ചെയ്യാൻ പറ്റും. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവസാനം നോക്കും. റിറ്റ് ഫയൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള റൈറ്റിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് കോടതിയെ ഇടപെടിക്കാൻ പറ്റും. അപ്പൊ ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാർട്ടാണ് പാർട്ട് 3 അഥവാ ഫണ്ടമെന്റൽ റൈറ്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്ന പാർട്ട്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ് ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ ഡിഫറെന്റ് പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റിനെ പറയുന്ന പേര് ബിൽ ഓഫ് റൈറ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കലി മനസ്സിലാക്കി വെക്കാൻ നോക്കുക. അപ്പൊ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. These human rights are conferred upon the citizens of India and the constitution tells that these rights are inviolable. Right to life, right to dignity, right to education, etc. ഒരുപാട് തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റുകൾ ഈ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിൽ വരും. നമുക്ക് അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. അതെ, നിങ്ങളിപ്പോൾ സ്ലൈഡിൽ കാണുന്നുണ്ടാവും 6 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, ആൻഡ് ദ ലാസ്റ്റ് വൺ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. തുല്യതക്കുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ, ഒപ്പം തന്നെ കോടതിയെ സമീപിക്കാനുള്ള അവകാശം, നഷ്ടപരിഹാരങ്ങൾ വാങ്ങിയെടുക്കാനുള്ള അവകാശങ്ങൾ. ഇങ്ങനെ 6 റൈറ്റുകളെ പറ്റിയാണ് നമ്മളിപ്പോ ഈ ഒരു ഭാഗത്ത് നോക്കാൻ പോകുന്നത്. തുല്യതക്കുള്ള അവകാശം ആദ്യത്തേതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. അതെ, ഈ ഓരോ കോൺസെപ്റ്റും, ഈ 6 കോൺസെപ്റ്റ് ഡിഫറെന്റ് ആർട്ടിക്കിൾസിലായിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയും റൈറ്റ് ടു ഇക്വാലിറ്റി, തുല്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നത്. തുല്യതയ്ക്കുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം,
ഒരുപാട് സ്വാതന്ത്ര്യം, സംസാര സ്വാതന്ത്ര്യം, സ്വതന്ത്രമായിട്ട് അസംബിൾ ചെയ്യാൻ, പൊതുസ്ഥലങ്ങളിൽ കൂടി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വന്തം ഇഷ്ടപ്രകാരം വാട്സപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളോ ഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്രകാരം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള അവകാശം, സ്വന്തം ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യാനുള്ള അവകാശം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളിൽ പറയുന്നത്. മൂന്നാമത്തേത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയുള്ള അവകാശം. 23, 24 ആർട്ടിക്കിളിലായിട്ട് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത്. അതെ, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഹസാർഡസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 24 പറയുന്നുണ്ട്. ക്രൈറ്റീരിയ ഉണ്ട്, രണ്ട് കാര്യങ്ങൾ. 14 വയസ്സിൽ താഴെ ആകാൻ പാടില്ല, ഒപ്പം എന്തു ആകാൻ പാടില്ല, ഹസാർഡസ് ആയിട്ടുള്ള. ഹസാർഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ആ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്തത്, വളരെ ഭീമാകരമായിട്ടുള്ള രീതിയിലുള്ള പണികൾ. അപ്പൊ ഈ പത്രം ഇടാൻ പോവുക, അല്ലെങ്കിൽ പാല് കൊടുക്കാൻ പോവുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിന്റെ അകത്ത് വരില്ല. അതൊന്നും ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയുള്ള കാര്യങ്ങളായിട്ട് വരില്ല. ഒരു സെക്കൻഡ്. യെസ്. അപ്പൊ നമ്മൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയുള്ള അവകാശം. അപ്പോൾ കുട്ടികളെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഹസാർഡസ് ആയിട്ടുള്ള മാരകമായിട്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഈ ഒരു റൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഇന്ത്യയിൽ വളരെ ഒരു ദയനീയമായ ഒരു അവസ്ഥ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതായത് കുട്ടികളെ ഫാക്ടറികളിൽ കൊണ്ടുപോയി എന്ത് ചെയ്യുക, ഭീമാകരമായിട്ടുള്ള ജോലികൾ എടുപ്പിക്കുക, ഇരുമ്പുകൾ കൊണ്ടുള്ള ജോലികൾ ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള അവസ്ഥകൾ ഇന്ത്യയിൽ പൊതുവെ കണ്ടുവന്നിരുന്നു, പൊതുവെ ഫേസ് ചെയ്തിരുന്നു ഇന്ത്യ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം ഒഴിവാക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം എന്നതും കൂടിയാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഒരു ഉദ്ദേശത്തിന്റെ പിന്നിലുള്ളത്. അപ്പൊ ആർട്ടിക്കിൾ 24 പറയുന്നത് കുട്ടികളെ ചൂഷണം ചെയ്യാൻ പാടില്ല. ഒപ്പം ആർട്ടിക്കിൾ 23 പറയുന്നത് ആളുകളെ, അത് കുട്ടികൾ എന്നല്ല, സാധാരണ ആളുകളെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി നിർബന്ധിച്ച് ചെയ്യിക്കാൻ പാടില്ല. ഇൻഹ്യൂമൻ ട്രാഫിക്കിംഗ് കാര്യങ്ങളൊന്നും പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസിലായിട്ടാണ് മതസ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ഭാഗം. ഓരോ ആളുകൾക്കും അവരുടേതായ വിശ്വാസം ആചരിക്കാനും പ്രചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അധികാരമുണ്ട്. റൈറ്റ് ടു പ്രാക്ടീസ്, പ്രൊഫസ്, പ്രൊപ്പഗേറ്റ്, അങ്ങനെയാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. ഓരോ ആളുകളുടെയും വിശ്വാസം എന്ത് ചെയ്യുക, അത് അനുഷ്ഠിക്കാം, അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു വരെയും കൊടുക്കാം. പക്ഷെ ഒരു നിർബന്ധിച്ച് മതം മാറ്റിക്കൽ അത് പാടില്ല. അത് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. അതൊഴികെയുള്ള ബാക്കി മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾസിൽ പറയുന്നത്. ആർട്ടിക്കിൾ 29, 30 പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങളാണ്. അതായത് ന്യൂനപക്ഷരായിട്ടുള്ള ഭാഷയിൽ ന്യൂനപക്ഷരായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ മതത്തിൽ ന്യൂനപക്ഷരായിട്ടുള്ള ആളുകളും അവർക്ക് അവരുടേതായ വിദ്യാഭ്യാസവും ഭാഷയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങൾ പണിയാം. ഇപ്പോ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള എഡ്യൂക്കേഷൻസ് അവർക്ക് അവരുടേതായ രീതിയിൽ തുടങ്ങാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ 30, 29 പറയുന്നത്. അതേപോലെ ആറാമത്തെ റൈറ്റ് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാനുള്ള റൈറ്റ്. 5 റൈറ്റ് ഓൾറെഡി നേരത്തെ പറഞ്ഞു, 5 അവകാശങ്ങൾ. ഇൻ കേസ് ഈ അവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഹനിക്കപ്പെട്ടാൽ, നിരസിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാം, അതിനൊരു സൊല്യൂഷൻ വേണമല്ലോ, ഒരു മറുമരുന്ന് വേണമല്ലോ. അതാണ് ആറാമത്തെ റൈറ്റ്. വി ക്യാൻ അപ്രോച്ച് ദി ഓണറബിൾ സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട്. നമുക്ക് നമ്മുടെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, ഇന്ന സ്ഥാപനം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ നമുക്ക് റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഒരു ഓർഡർ വാങ്ങിച്ചെടുക്കാൻ പറ്റും. ആ ഓർഡറിലൂടെ നമ്മുടെ വയലേറ്റ് ചെയ്തത് ഏത് സ്ഥാപനമാണോ അവരെടുത്ത് അത് റീസ്റ്റോർ ചെയ്യാൻ കോടതി തന്നെ ഉത്തരവ് കൊടുക്കും. ഉദാഹരണത്തിന് നമ്മൾ നാളെ കളക്ടറേറ്റിൽ പോയപ്പോൾ തുല്യത എന്ന റൈറ്റ് ഉണ്ടല്ലോ,
കളക്ടറേറ്റിൽ പോയപ്പോ കളക്ടർ പറഞ്ഞു ആദ്യം ആൺകുട്ടികളെ കേസേ പരിഗണിക്കുള്ളൂ, പിന്നീട് പെണ്ണുങ്ങളെ കേസ് എടുക്കുള്ളൂ, അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം മുസ്ലിംസിന്റെ എടുക്കുള്ളൂ, ക്രിസ്ത്യൻസിന്റെ എടുക്കില്ല, ഹിന്ദുസിന്റെ എടുക്കുള്ളൂ, ബുദ്ധിന്റെ എടുക്കില്ല, ജൈന്റെ എടുക്കില്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ രീതിക്കുള്ള തുല്യതക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, തുല്യത കൊടുക്കാതെ വളരെയധികം വിവേചനം കാണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ആരെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മളോട് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ വയലേഷൻ ആണ്. ആ ഒരു റൈറ്റ്, ആ ഒരു സ്വാതന്ത്ര്യത്തിന്റെ വയലേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കോടതിയെ സമീപിച്ചിട്ട് ഇതിനുള്ള മറുമരുന്ന് വാങ്ങിച്ചെടുക്കാം. കോടതി അവരോട് ഓർഡർ കൊടുക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ ചെയ്ത തെറ്റാണ്, എന്ത് ചെയ്യുക, നിങ്ങൾ ആ വിഷയത്തിൽ കോമ്പൻസേഷനോ കാര്യങ്ങളോ കോടതി അതിൽ പ്രൊവൈഡ് ചെയ്യും. ഇതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഒന്നാമത്തതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി, തുല്യതയ്ക്കുള്ള അവകാശം. അതെ, ആദ്യം പറഞ്ഞതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിൾസിലായിട്ടാണ് തുല്യതയ്ക്കുള്ള അവകാശത്തെ പറ്റി പറയുന്നത്. ദി റൈറ്റ് ടു ഇക്വാലിറ്റി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഗ്യാരണ്ടീസ് ഈക്വൽ റൈറ്റ്സ് ഫോർ എവരി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, ജെൻഡർ, കാസ്റ്റ്, റേസ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ജനിച്ച സ്ഥലം, വർഗം, വർണ്ണം, മതം എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ കാണിക്കാതെ എല്ലാ ആളുകളെയും ഒറ്റ കൊടക്കീഴിന്റെ കീഴിൽ കൊണ്ടുവരിക, വേർതിരിവ് ഒന്നും കാണിക്കാൻ പാടില്ല എന്നാണ് ഈ ഒരു ഭാഗത്തുള്ള ആർട്ടിക്കിൾസിലായിട്ട് ആകെ മൊത്തം പറയുന്നത്. ഓൾസോ എൻഷുവേഴ്സ് ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി ഗവൺമെന്റ് ആൻഡ് ensures against discrimination by the state in matters of employment on the basis of caste, religion, etc. അതെ, സർക്കാരുമായി ബന്ധപ്പെട്ട ജോലികൾ, സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ജോലികളിലും എല്ലാവർക്കും ഒരുപോലെയുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അവിടെയും വേർതിരിവ് കാണിക്കാൻ പാടില്ല, അവിടെയും ഇത്തരത്തിലുള്ള വിവേചനപരമായിട്ടുള്ള സമീപനങ്ങൾ കാണിക്കാൻ പാടില്ല എന്നാണ് ആകെ മൊത്തം ഈ ഒരു ആർട്ടിക്കിൾസിലായിട്ട് പറയുന്നത്. മതം, ലിംഗം, ജാതി, വംശം, ജന്മസ്ഥലം എന്നിവ പരിഗണിക്കാതെ എല്ലാവരെയും തുല്യമായ രീതിയിൽ കണക്കാക്കണം, തുല്യത ഉറപ്പുവരുത്തണം, തുല്യ അവകാശങ്ങൾ നൽകുക എന്നതാണ് ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് പറയുന്നത്. ഇതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്നത്. ഓക്കെ, അടുത്തതാണ് റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, രണ്ടാമത്തെ മൗലിക അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം. ഒരുപാട് സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഫ്രീഡം ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയൽസ് cherished by any democratic society. The Indian Constitution guarantees freedom to citizens. The freedom right includes many rights such as freedom of speech, freedom of expression, freedom of assemble without any arms, freedom of association, freedom to practice any profession, freedom to reside in any part of India, freedom to travel, etc. ഒരുപാട് സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്ക് തരുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു കേരളക്കാരൻ തമിഴ്നാട്ടിൽ പോയി, നീ എന്തിനു തമിഴ്നാട്ടിൽ വന്നു, നീ തമിഴ്നാട്ടിലെ ആളല്ലല്ലോ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടുകാരന് ചോദിക്കാൻ റൈറ്റ് ഉണ്ടോ? നമ്മൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുമോ? പറ്റൂല. നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് റെസ്ട്രിക്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അതായത് കുറച്ച് റെസ്ട്രിക്ഷൻസ് സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ഇതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ആയിട്ട് കുറച്ച് എക്സെപ്ഷൻസും പറയുന്നുണ്ട്. നമുക്ക് എവിടെയും ട്രാവൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഫോറസ്റ്റിന്റെ അകത്തോട്ടൊക്കെ കയറി ചെല്ലാൻ പറ്റുമോ? നമ്മളിപ്പോ ഫോറസ്റ്റ്, വയനാട് ഇപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ മുത്തുങ്ങ ഫോറസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഫോറസ്റ്റിന്റെ അകത്തോട്ട് റൈറ്റ് ടു ട്രാവൽ, എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുക എന്നുള്ളത് എന്റെ അവകാശമാണ്, അതുകൊണ്ട് എനിക്ക് ഫോറസ്റ്റിൽ കയറിയാൽ എന്താണ് സാറേ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ? അത് പറ്റൂല. അത് റെസ്ട്രിക്റ്റഡ് ആണ്, എക്സെപ്ഷനിൽ വരുന്ന ഒരു ഏരിയ ആണ്. SC ST ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകരുത് എന്നൊരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് സർക്കാർ വെക്കുന്ന കുറെ നിബന്ധനകളുണ്ട്. അതൊഴികെയുള്ള സ്ഥലങ്ങളിൽ പോകാനുള്ള റൈറ്റ് നമുക്ക് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അതൊഴികെയുള്ള രീതി സംസാരിക്കാം, എന്ത് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പൊ മറ്റാളുകളെ കളിയാക്കാനുള്ള അവകാശം ഉണ്ടോ? അല്ലെങ്കിൽ കോടതിക്കെതിരെ കോടതിയെ കളിയാക്കാനുള്ള റൈറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഒരാളെ ഒഫൻസ് ചെയ്യാൻ വേണ്ടി ഇൻസൈറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക, അതിനുള്ള റൈറ്റ് ഉണ്ടോ? ഇതൊന്നും ഇല്ല. സംസാരിക്കാന്ന് പറയുമ്പോൾ എന്തൊക്കെ സംസാരിക്കാൻ പാടില്ല എന്നത് ഇതിന് തൊട്ട് ശേഷം പറയുന്നുണ്ട്. മറ്റൊരാളെ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, കോടതിക്കെതിരെ കോടതിയെ ലക്ഷ്യങ്ങൾ നടത്താൻ പാടില്ല, നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല,
അയൽവക്ക രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. ഇതൊന്നും ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന ആ ഒരു ഫ്രീഡത്തിന്റെ അകത്ത് ആ ഒരു ആനുകൂല്യം കിട്ടുന്ന ഭാഗങ്ങളല്ല. ഇതൊന്നും പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതല്ലാത്ത മറ്റു സംസാരങ്ങൾ, നമ്മുടേതായ രീതിയിലുള്ള ഒപ്പീനിയൻസ്, നമ്മുടേതായ രീതിയിലുള്ള പ്രസംഗങ്ങൾ, നമ്മുടേതായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾസിൽ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഭാഗത്ത് നോക്കാനുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യമാണ്, അതായത് നമുക്ക് എവിടെയെങ്കിലും കൂടി നിൽക്കാം, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് എവിടെയെങ്കിലും കൂടാം, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കൊരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഇഷ്ടമുള്ള ബിസിനസ് ജോലികളൊക്കെ ചെയ്യാം. പക്ഷെ ഇതിനെല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്നത് പാടില്ല എന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. അതൊഴികെയുള്ള ബാക്കിയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രീഡംസ് ഒക്കെ യൂസ് ചെയ്യാം എന്നാണ് ഈ ഒരു പാർട്ടിൽ, ഈ ഒരു സെക്കൻഡ് കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മൗലിക അവകാശങ്ങളിൽ രണ്ടെണ്ണമാണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കിയത്, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം എന്നത് വരെ. അടുത്ത് നമുക്ക് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ നമുക്ക് ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്, അതിലെ തന്നെ 6 ഫണ്ടമെന്റൽ റൈറ്റിലെ 2 എണ്ണമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. രണ്ടും അതിന്റെ ആർട്ടിക്കിൾ ഉൾപ്പെടെ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി ചുരുക്കി ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക ആ ഒരു വിഷയത്തെ പറ്റി. ഓക്കെ, നിങ്ങൾക്ക് സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റിലൂടെ അത് ചോദിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ദെൻ ഓക്കെ, ബൈ.